ഭാരതീയ വേലൻ സൊസൈറ്റി ജൂബിലി സമ്മേളനത്തിൻ്റെ ഭാഗമായി ശനിയാഴ്ച രാവിലെ വനിതാ സമ്മേളനം സംഘടിപ്പിച്ചു. മാമൻ മാപ്പിള ഹാളിലെ PR ലക്ഷ്മി ടീച്ചർ നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഭദ്രദീപം തെളിച്ച് ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വേലൻ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് നെല്ലിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. പട്ടികജാതി വിഭാഗങ്ങളുടെ സംവരണ അവകാശം പോലും ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് രാജീവ് നെല്ലിക്കുന്നേൽ ചൂണ്ടിക്കാട്ടി. വനിതാ വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ KC റോസക്കുട്ടി ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, നിഷ സജികുമാർ, അമ്പിളി P വേലായുധൻ, ഷീന ബിനു, സുരേഷ് മൈലാട്ടുപാറ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് അനിത രാജു അധ്യക്ഷയായി. വിവിധ വിഭാഗങ്ങളിലായി പ്രതിഭ തെളിയിച്ചവരെ ചടങ്ങിൽ വെച്ച് ഉദ്ഘാടകനും വിശിഷ്ടാതിഥികളും ആദരിച്ചു. ഫ്രാൻസിസ് ജോർജ് MPക്ക് ഭാരതീയ വേലൻ സൊസൈറ്റിയുടെ ആദരസൂചകമായി സംസ്ഥാന പ്രസിഡന്റ് മൊമന്റോയും സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഉപസംവരണം എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇന്ന് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുമ്പോൾ ഇവിടെ പറഞ്ഞ ക്രീമി ലെയറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്ക് ക്രീമി ലെയർ ബാധകമല്ല എന്നുള്ളതാണ് 7 പറഞ്ഞ 9 ഭരണഘടനാ ബെഞ്ചിന്റെ വിധി. എന്നാൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ വലിയ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഇത് നമുക്കൊരു പട്ടികജാതി സമൂഹത്തിൽ ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സാധ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വളരെ കുറച്ചാളുകൾ മാത്രമാണ് ഇത് കുറെയൊക്കെ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. എന്നാൽ നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇന്നും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണെന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ കൊച്ചു കേരളത്തിൽ 57 സബ് കാസ്റ്റുകളാണ് ഇന്ന് നമുക്കുള്ളത് എന്ന് പറയാം. പട്ടികജാതിയില് ആ 57 സബ് കാസ്റ്റുകളിൽ എങ്ങനെയാണ് ഇവിടെ നമുക്ക് സംവരണം, നമുക്ക് ക്രീമി ലെയർ കൊണ്ടുവരാൻ കഴിയുന്നത്? അവിടെ നമുക്ക് ലഭിക്കുന്നത് ഏകദേശം 10%-ൽ 8%-ആണെന്ന് പട്ടികജാതിക്ക് കിട്ടുന്നത്. ഈ പട്ടികജാതിക്ക് 8%-ൽ 57 ഉപജാതികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ST വിഭാഗത്തിന് 34 വിഭാഗത്തിൽപ്പെട്ട സബ് കാസ്റ്റുകൾ ഇന്ന് കേരളത്തിലുണ്ട്. ഈ 34 സബ് കാസ്റ്റുകളിൽ വെറും 2% മാത്രമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമുക്കറിയുന്ന കോടതികൾ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള നീതിപീഠം പോലും ഇന്ന് പട്ടികജാതി സമൂഹത്തിനെതിരെ ഇന്ന് നടക്കുന്ന ഈ അനീതികൾക്കെതിരെ ഇന്ന് ഏറ്റവും അനുകൂലമായിട്ട് നിൽക്കേണ്ടതിന് പകരം ഇന്ന് നമ്മളെ തകർക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് സ്വീകരിക്കുന്നത്.